ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2024 അക്ഷര കൈരളിയിൽ കൊടുത്തിട്ടുള്ള +1 തുല്യത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ പോകുന്നവർ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വീതം ഉത്തരം എഴുതണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. 80 മാർക്കിലാണ് പരീക്ഷ. 2.5 മണിക്കൂറാണ് സമയം. Question 1 to 4. Read the following passage and answer the questions that follow. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. While she sat in the veranda, breaking the bread into bits, hundreds of little birds collected around her, creating a veritable bedlam of chirping. ഇത് ഏത് ചാപ്റ്ററിലെയാണ്? ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി ബൈ ഖുശ്വന്ത് സിംഗ്. ഈ ചാപ്റ്ററിൻ്റെ മലയാള വിവരണം ഓൾറെഡി ഈ ചാനലിൽ ഉള്ളതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നെയിം ദ ലെസൺ. ഈ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഹു ഈസ് ഷീ റെഫേർഡ് ടു ഹിയർ. ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഡിഡ് ഷീ ഡു വൈൽ സിറ്റിംഗ് ഓൺ ദ വരാന്ത. വരാന്തയിൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശി എന്താണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4, ആസ് ഷീ കട്ട് ദ ബ്രെഡ് ഇൻ ടു പീസസ് വാട്ട് ഡിഡ് ദ ബേർഡ് ഡു. മുത്തശ്ശി ബ്രെഡുകൾ കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ പക്ഷികൾ എന്താണ് ചെയ്തത്? ആൻസേഴ്സ് നോക്കാം. നെയിം ദ ലെസൺ. ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി. ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഷീ റെഫേർഡ് ടു ഹിയർ. ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഗ്രാൻഡ് മദർ. മുത്തശ്ശിയാണ് ഇവിടെ ഷീ, അവൾ എന്ന് ഉദ്ദേശിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഷീ ഡു വൈൽ സിറ്റിംഗ് ഓൺ ദ വരാന്ത. വരാന്തയിൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശി എന്താണ് ചെയ്യുന്നത്? ബ്രേക്കിംഗ് ദ ബ്രെഡ് ഇൻ ടു ബിറ്റ്സ്. മുത്തശ്ശി ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4, ആസ് ഷീ കട്ട് ദ ബ്രെഡ് ഇൻ ടു പീസസ് വാട്ട് ഡിഡ് ദ ബേർഡ് ഡു. മുത്തശ്ശി ബ്രെഡുകൾ കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ പക്ഷികൾ എന്താണ് ചെയ്തത്? ഹൺഡ്രഡ്സ് ഓഫ് ലിറ്റിൽ ബേർഡ്സ് കളക്റ്റഡ് അറൗണ്ട് ഹർ, ക്രിയേറ്റിംഗ് എ വെരിറ്റബിൾ ബെഡ്ലം ഓഫ് ചിറപ്പിംഗ്. മുത്തശ്ശി ബ്രെഡുകൾ കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ 100 കണക്കിന് പക്ഷികൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മുത്തശ്ശിയുടെ ചുറ്റും പറന്നു നടന്നു. ക്വസ്റ്റ്യൻ 5 to 8, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച ശേഷം 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. There were bluebirds and redbirds and sparrows. They had come to my tree for the fruit to borrow. They made a lot of noise and were happy as can be. I began to doubt if there would be any for me. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഇത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം. കാരണം മുൻപ് കണ്ട ചോദ്യത്തിലും ബേർഡ്സ് എന്ന് കണ്ടു, ഇതിലും ബേർഡ്സ് എന്ന് കണ്ടു. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇത് മൈ ചെറി ട്രീ എന്ന ചാപ്റ്ററാണ്. വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വെയർ ദ ബേർഡ്സ് പ്രസന്റ് ദെയർ. എന്തെല്ലാം തരത്തിലുള്ള പക്ഷികളാണ് അവിടെ ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 6, ഫോർ വാട്ട് ദ ബേർഡ്സ് ഹാഡ് കം ടു ദ ട്രീ. എന്തിനു വേണ്ടിയാണ് പക്ഷികൾ മരത്തിൽ വന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ മേക്ക്. പക്ഷികൾ എന്താണ് ഉണ്ടാക്കിയത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡൗട്ട് ഡിഡ് ദ പോയറ്റ് ഹാവ്. കവിക്ക് എന്തായിരുന്നു സംശയം? ആൻസേഴ്സ് നോക്കാം. വാട്ട് വെയർ ദ ബേർഡ്സ് പ്രസന്റ് ദെയർ. ഏതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ് അവിടെ ഉണ്ടായിരുന്നത്? ബ്ലൂ ബേർഡ്സ്, റെഡ് ബേർഡ്സ് ആൻഡ് സ്പാരോസ്. ഫോർ വാട്ട് ദ ബേർഡ്സ് ഹാഡ് കം ടു ദ ട്രീ. എന്തിനു വേണ്ടിയാണ് പക്ഷികൾ മരത്തിൽ വന്നത്? ദ ബേർഡ്സ് ഹാഡ് കം ടു ദ ട്രീ ടു ബോറോ ദ ഫ്രൂട്ട്. പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് പക്ഷികൾ മരത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ മേക്ക്. പക്ഷികൾ എന്താണ് ഉണ്ടാക്കിയത്? ദ മേഡ് എ ലോട്ട് ഓഫ് നോയ്സ്. പക്ഷികൾ ഒച്ചയാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡൗട്ട് ഡിഡ് ദ പോയറ്റ് ഹാവ്. കവിക്ക് എന്തായിരുന്നു സംശയം? ദ പോയറ്റ് ഡൗട്ടഡ് if there would be any fruit left for the poet to eat. കവിക്ക് കഴിക്കാൻ പഴങ്ങൾ ബാക്കിയുണ്ടാകുമോ എന്നതായിരുന്നു കവിയുടെ സംശയം. ക്വസ്റ്റ്യൻ 9 to 12, ആൻസർ എനി 3 questions, each carries 2 scores. 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം.
Question number 9. What was the idea that inspired John Roebling? ജോൺ റോബ്ലിങ്ങിനെ പ്രചോദിപ്പിച്ച ആശയം എന്തായിരുന്നു? ഇത് ഏത് ചാപ്റ്ററിലേതാണ്? ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. Question number 10. Make a poster that discourages the use of drugs. മയക്കുമരുന്ന് ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. ഇവിടെ എക്സാമ്പിളായി ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോട്ട് എഴുതുക, അതിനുശേഷം അതിന് യോജിച്ച പടങ്ങൾ വരയ്ക്കുക. വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പുതിയ പേജ് എടുത്ത് ഭംഗിയായി 4 സൈഡിലും വരച്ച് വേണം പോസ്റ്റർ ചെയ്യാൻ. Question number 11. Why was Mikali unable to go to work? എന്തുകൊണ്ടാണ് മിഖാലിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത്? ഇത് മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മെറ്റേണിറ്റി ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുക. Question number 12. Complete the following sentences as per the directions given in the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കുക. She is a dancer. Dash she. Filling the blank with suitable words. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആൻസർ ഈസ് ഇൻ she. Next one. The teacher said tomorrow will be a holiday. Report the sentence. Answer. The teacher said that the following day was a holiday. ഗ്രാമർ കണ്ടു പേടിക്കണ്ട, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേറെ ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. Question 13 to 18. Answer any 5 questions. Each carries 4 scores. 13 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. Question number 13. Publicity in essence is nostalgic. Do you agree? ഇത് ജോൺ ബർജർ എഴുതിയ ഡെൻസിറ്റി ഓഫ് വിഷ്വൽ ഇമേജസ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ആൻസർ. Based on John Berger's density of visual images, I agree that publicity often relies on nostalgia to create an emotional connection with the viewer. Berger argues that images are not just reflections of reality but also shape our perceptions and memories. Publicity images often use nostalgic appeals to create a sense of familiarity and shared experience, evoking emotions and associations, linking products to memories and desires. Berger's ideas on the ways of seeing images as constructs of cultural and historical context and how they shape our perceptions support the idea that publicity often exploits nostalgia to influence our attitudes and behaviors. Explain the following lines from the poem A Poor Woman Learns to Write. A Poor Woman Learns to Write എന്ന കവിതയിലെ വരികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വിശദീകരിക്കുക. ഇതിൻ്റെ മലയാള വിവരണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ടു ഫിൽ ഓൺ ദ ബ്ലാങ്ക്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. He dash do did not look the sort of person who would dash has have a wife for children. He dash look as if he dash can could only have lots and lots of grandchildren. ഇത് പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫാണ്. ആൻസർ നോക്കാം. ശരിയായ ആൻസർ അടിയിൽ വരച്ചിട്ടുണ്ട്. He did not look the sort of person who would have a wife or children. He looked as if he could only have lots and lots of grandchildren. Question number 16. Why did the villagers nickname the beggar Bell? എന്തുകൊണ്ടാണ് ഗ്രാമവാസികൾ ഭിക്ഷാടകനെ ബെൽ എന്ന വിളിപ്പേര് നൽകിയത്? ദ ബെഗർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. Next question. Write 4 questions for an interview with Anne Sullivan, Helen Keller's great teacher. ഹെലൻ കെല്ലറുടെ ടീച്ചറായ ആൻ സള്ളിവനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഹെലൻ കെല്ലറുടെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ സെൻറ്റൻസസ് ഇൻ കോളം എ ടു ദെയർ മീനിങ്സ് ഇൻ കോളം ബി. 2 കോളം കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. എ കോളത്തിലെ വാക്യങ്ങൾ ബി കോളത്തിലെ അവയുടെ അർത്ഥവുമായി യോജിക്കുന്ന വിധത്തിൽ എഴുതുക. കോളം എ. ഓൺ ദ ബോൾ, up in the air, piece of cake, hit the sack. Column B. Go to bed, easy, be alert, not yet finished. Answers.
On the ball, be alert. Up in the air, not at finish. Piece of cake, easy. Hit the sack, go to bed. Question 19 to 25. Write any 5. Each carries 6 scores. 19 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 സ്കോർ വീതം. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് പോപ്പോ. പോപ്പോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. ദ ബുവർ എന്ന ചാപ്റ്ററിലെ ക്യാരക്ടറാണ് പോപ്പോ. ഈ ചാപ്റ്ററിൻ്റെ മലയാള വിവരണം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആൻസർ അതിലുണ്ട്. Question number 20. Write a travel itinerary for any tourist destination highlighting the places of attraction, where to stay, how to get there, etc. ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഒരു ഐറ്റിനററി, അതായത് യാത്രാ പദ്ധതി തയ്യാറാക്കുക. അവിടെ എങ്ങനെ എത്തിച്ചേരാം, മേജർ അട്രാക്ഷൻ, സ്റ്റേ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വേണം തയ്യാറാക്കാൻ. ഇതിൻ്റെ ആൻസർ ഐറ്റിനററി എങ്ങനെ എഴുതാം എന്ന ഒരു വീഡിയോ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് +2കാരുടെ ഒരു ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്ക് സംഭവിച്ച മിസ്റ്റേക്ക് ആയിരിക്കാം. Next question. Mikali felt immensely lonely and lost. Why? Do you believe that the war-torn world creates orphans and the destitute in society? Substantiate your answer by referencing Mikali's life. എന്തുകൊണ്ടാണ് മിക്കാലിക്ക് ഏകാന്തതയും നഷ്ടബോധവും തോന്നിയത്? യുദ്ധം തകർത്ത ലോകം സമൂഹത്തിൽ അനാഥരെയും നിരാലംബരെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മിക്കാലിയുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്തരം എഴുതുക. ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ കാണുക. അതിൽ ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് +2 തുല്യത ഇംഗ്ലീഷ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവരുടെ മിസ്റ്റേക്ക് കാരണം +1കാരുടേതിൽ വന്നതാണ്. സോ ഇത് നിങ്ങൾ പഠിക്കേണ്ടതില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്ട്രേ ഡോഗ്സ് ഈസ് എ ഗ്രേറ്റ് പ്രോബ്ലം ടുഡേ. As a responsible citizen, you decide to file a complaint with your municipality secretary. Write an email to register your complaint. തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇന്ന് വലിയ പ്രശ്നമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് പരാതി നൽകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങളുടെ പരാതി അറിയിക്കാൻ ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഇമെയിൽ ഫോർമാറ്റ് വരച്ച ശേഷം ഫ്രം ടു എന്നിവ എഴുതുക. സബ്ജക്റ്റ് എന്ന കോളത്തിൽ കംപ്ലൈൻറ്റ് എബൌട്ട് സ്ട്രേ ഡോഗ് എന്നോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് എബൌട്ട് സ്ട്രേ ഡോഗ് മെനിസ് ഇൻ ദ ഏരിയ എന്നോ എഴുതുക. അതിനുശേഷം സല്യൂട്ടേഷൻ, ഇവിടെ ഡിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കാണ് ഇമെയിൽ അയക്കുന്നത്. ഡിയർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. I am writing to bring to your attention a pressing concern that has been affecting our community lately. ഈയിടെയായി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശങ്ക നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇത് എഴുതുന്നത്. The increasing number of stray dogs in our area has become a significant problem and I believe it requires immediate attention from the municipality. ഞങ്ങളുടെ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന തെരുവു നായ്ക്കളുടെ എണ്ണം ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇതിന് മുനിസിപ്പാലിറ്റിയുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The stray dogs have been causing nuisance, threatening public safety and spreading diseases. തെരുവു നായ്ക്കൾ ശല്യമുണ്ടാക്കുകയും പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുകയും രോഗങ്ങൾ പകർത്തുകയും ചെയ്യുന്നു. They are also a hazard for vehicular traffic, especially at night. വാഹന ഗതാഗതത്തിന് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അവ ശല്യമാണ്. Despite efforts to avoid them, many residents, including children and senior citizens, have been chased or bitten by these stray dogs. എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും കുട്ടികളും മുതിർന്ന പൗരന്മാരും ഉൾപ്പെടെ നിരവധി താമസക്കാരെ ഈ തെരുവു നായ്ക്കൾ ഓടിക്കുകയോ കടിക്കുകയോ ചെയ്തിട്ടുണ്ട്. I would appreciate it if you could look into this matter urgently and take necessary steps to mitigate the stray dog menace. നിങ്ങൾ ഈ വിഷയം അടിയന്തരമായി പരിശോധിച്ച് തെരുവു നായ്ക്കളുടെ ശല്യം കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. നിങ്ങളുടെ സമയത്തിനും പരിഗണനയ്ക്കും നന്ദി. ഇത്രയും എഴുതി ഇമെയിൽ അവസാനിപ്പിക്കുക. സിൻസിയർലി യുവർ നെയിം, ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമാജിൻ യു മെറ്റ് വിത്ത് എ ചൈനാമാൻ ആൻഡ് ഗോട്ട് എ ചാൻസ് ടു ഇൻ്റർവ്യൂ ഹിം. റൈറ്റ് ഡൗൺ 3 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് along with their responses.
മെറ്റേണിറ്റി എന്ന ചാപ്റ്ററിലെ കഥാപാത്രമായ ചൈനാമാനിനെ നിങ്ങൾ കണ്ടുമുട്ടിയെന്നും അദ്ദേഹവുമായി അഭിമുഖം നടത്താൻ അവസരം ലഭിച്ചെന്നും സങ്കല്പിക്കുക. 3 ഇൻ്റർവ്യൂ ചോദ്യങ്ങളും പ്രതികരണങ്ങളും എഴുതുക. ആൻസർ നോക്കാം. വൈ ഡിഡ് യു ഹെൽപ്പ് ദ ബോയ് മിഖാലി? എന്തുകൊണ്ടാണ് നിങ്ങൾ മിഖാലിയെ സഹായിച്ചത്? ചൈനാമാൻ: I wanted to help because I knew he was struggling and needed support. ഞാൻ അവനെ സഹായിക്കാൻ കാരണം അവൻ ബുദ്ധിമുട്ടുകയാണെന്നും ഒരു സപ്പോർട്ട് ആവശ്യമാണെന്നും എനിക്കറിയാമായിരുന്നു. How did you feel when you saw Mikali and his brother? മിക്കാലിയെയും സഹോദരനെയും കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? Chinaman: I felt sad and wanted to help because I knew what it was like to feel alone and scared. എനിക്ക് സങ്കടം തോന്നി കാരണം ഏകാന്തതയും ഭയവും എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. What did helping Mikali teach you? Chinaman: It taught me that helping others makes me happy and that we should be kind to everyone. മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നുവെന്നും നമ്മൾ എല്ലാവരോടും ദയ കാണിക്കണമെന്നും അത് എന്നെ പഠിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 25. ഈ ഒരു ക്വസ്റ്റ്യൻ +2 തുല്യത ഇംഗ്ലീഷ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവരുടെ മിസ്റ്റേക്ക് കാരണം +1കാരുടെ ഇതിൽ വന്നതാണ്. സോ ഇത് നിങ്ങൾ പഠിക്കേണ്ടതില്ല. ക്വസ്റ്റ്യൻ 26 to 28. റൈറ്റ് എനി 2. ഈച്ച് ക്യാരീസ് 8 സ്കോർസ്. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 8 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 26. Prepare a speech on environmental pollution and solutions to prevent it, to deliver in the public function organized in connection with the observation of World Environmental Day. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ജനറൽ എസ്സേ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നറേറ്റ് ബെൽസ് സ്റ്റോറി ആസ് ഡിപിക്റ്റഡ് ഇൻ ദ ബെഗർ. ദ ബെഗർ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഭിക്ഷക്കാരനായ ബെല്ലിനെ കുറിച്ച് വിവരിക്കുക. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതിയാൽ മതിയാകും. സമ്മറി ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ ഓഫ് ദ പോം ദ ബോയ് ആൻഡ് ദ സ്നേക്ക്. ദ ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഈ കവിത ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, വീഡിയോ കാണുക. ഇത്രയുമാണ് മാതൃകാ ചോദ്യപേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.